നമസ്കാരം സർ. സർ, ഈ ആലപ്പുഴയിലെ പ്രമുഖ CPM നേതാവ് ബിപിൻ സി ബാബു BJP-യിൽ ചേർന്നത് എന്തായാലും വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ബിപിൻ സി ബാബു ഉയർത്തുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് CPM-ന് മതേതരത്വ സ്വഭാവം നഷ്ടമായി, വർഗീയ ശക്തികളാണ് പാർട്ടിയെ ജില്ലയിൽ ഭരിക്കുന്നത് എന്നൊക്കെയാണ്. G. സുധാകരന്റെ നില പോലും പരിങ്ങലിലാണ് എന്നുള്ളതാണ്. പക്ഷേ പാർട്ടി മൊത്തമല്ല, ബിപിൻ സി ബാബുവിന്റെ ഭാര്യയും കുടുംബവും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ കുറച്ചുകൂടി കടുത്തതാണ്. ഗാർഹിക പീഡന പരാതിയുണ്ട്, പാർട്ടിക്കും പോലീസിലും പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പാർട്ടിക്ക് തന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സംവിധാനം ഉണ്ടല്ലോ, ഈ പരാതി അന്വേഷിക്കലും പാർട്ടി കോടതി, പാർട്ടി പോലീസൊക്കെ ഉണ്ട്. പരസ്ത്രീ ബന്ധം ആരോപിക്കപ്പെടുന്നുണ്ട് ബിപിൻ സി ബാബുവിനെതിരെ. മാത്രമല്ല, ഭാര്യ ഒഴിവാക്കാൻ ആഭ്യചാര ക്രിയ വരെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ ക്ഷീണമായ സാഹചര്യത്തിലാണ് ബിപിൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വർഗീയ ശക്തികളാണ് പാർട്ടിയെ ഭരിക്കുന്നത്, CPM-നെ ഭരിക്കുന്നത് ആലപ്പുഴയിൽ എന്നൊരു പ്രതിരോധം ഉയർത്തിക്കൊണ്ട് BJP-യിലേക്ക് പോയത്. ശരിക്കും ഈ ആലപ്പുഴ CPM-ൽ എന്താണ് സംഭവിക്കുന്നത്? മാത്രമല്ല, ബിപിനെതിരായ ആരോപണങ്ങൾ എന്തിലേക്കൊക്കെയാണ് വിരൽ ചൂണ്ടുന്നത്? CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും BJP-യിലൊക്കെ ഒന്നും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരോ പ്രവർത്തകരോ പോകുന്ന ഒരു ചരിത്രമില്ല. ത്രിപുരയിലെ ബംഗാളിലോ ഒക്കെ പോയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത, അവിടെ നേതാവെന്നോ ഒരു അണിയെന്നോ ഇല്ല, അവരെല്ലാം പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പോവുക എന്ന് പറയുമ്പോൾ CPM-ന് ഭയങ്കരമായി ദോഷം ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പോകുന്നവരെ പറ്റി CPM കായികമായി നേരിടും. അതോടൊപ്പം തന്നെ അവർക്കെതിരെ പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ആരോപണമാണ് ലൈംഗിക ആരോപണം, അല്ലെ സ്ത്രീ വിഷയങ്ങൾ, സദാചാരം. ഇതൊക്കെ ആയിരിക്കും CPM-ൽ നിന്ന് ഒരാളെ രാജിവെക്കുകയോ അല്ലെങ്കിൽ ഒരാളെ CPM സംഘടനാ നടപടിക്ക് വിധേയനാക്കുകയോ ചെയ്യുമ്പം മറ്റ് കോൺഗ്രസിൽ നിന്നോ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ വ്യത്യസ്തമായി CPM ഇപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്, കാരണം ഒരു CPM-ൽ നിന്ന് പോയവരെ ആരും അവർ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല. അക്കാര്യത്തിൽ CPM-ഉം BJP-യും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. CPM എപ്പോഴും സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കും, അവരെ കായികമായി നേരിടും. അതേപോലെ തന്നെ ലൈംഗികാരോപണങ്ങളും അതേപോലെ തന്നെ കായികമായി നേരിടുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് BJP. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം വിശ്വനാഥ മേനോൻ എന്നറിയപ്പെടുന്ന, അമ്പാടി വിശ്വം എന്നറിയപ്പെടുന്ന എറണാകുളത്തെ ഒരു പ്രമുഖനായ CPM നേതാവ് CPM-ൽ നിന്നും BJP-യിൽ എത്തിയത് ഒഴിച്ചാൽ അങ്ങനെ കേരളത്തിൽ CPM-ൽ നിന്നും BJP-യിൽ എത്തിയ ഒരു കീഴ്വഴക്കം മുൻപ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് സഖാക്കൾക്ക് ഒരു മാതൃകയാകുമോ, അല്ലെങ്കിൽ സഖാക്കൾ ഇതിനെ പിന്തുടരുമോ എന്നുള്ളൊരു ഭയം പ്രത്യേകിച്ച് ഈ CPM-ന്റെ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാകാൻ പോകുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് ഉണ്ട്, പാർട്ടി നേതാക്കന്മാർക്കുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ പല ജില്ലയിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ CPM-ൽ വിഭാഗീയത വളരെ ശക്തമാണ്. ഒരു കാലഘട്ടത്തിൽ CPM-ലെ വിഭാഗീയത VS അച്യുതാനന്ദൻ, പിണറായി പക്ഷങ്ങൾ തമ്മിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നാലാം ലോകവാദം അടക്കമുള്ള വിഷയങ്ങളായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ VB ചെറിയാൻ, അപ്പക്കുട്ടൻ പള്ളിക്കുന്ന്, IV ദാസ് അടക്കമുള്ള ആ ഒരു ആംഗിളിലായിരുന്നുവെങ്കിൽ, ഇപ്പൊ തികച്ചും വ്യത്യസ്തമായി CPM-ൽ നിന്നും CPM-നകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത മണ്ണ് മാഫിയ ബന്ധം, ആശയപരം മാറിയിട്ട് അത് തികച്ചും മറ്റൊരു തലത്തിലേക്ക്, വേണമെങ്കിൽ അതിനെ പരിഹാസ രൂപേണ, ഞാനങ്ങനെ പറയുന്നില്ല, ആമാശയ അധിഷ്ഠിതമായി ഒക്കെ മാറുന്നു എന്ന വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് CPM. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ CPM-ൽ ഇപ്പൊ പ്രധാനമായി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം CPM നേതൃത്വത്തിനുള്ള മണ്ണും ബന്ധം, ലഹരി ബന്ധം. ആലപ്പുഴയിൽ തന്നെ ലഹരി ബന്ധം ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ മറ്റു തരത്തിലുള്ള അഴിമതികൾ ഒക്കെ ഉണ്ട്. നമ്മൾ നോക്കൂ, നമ്മൾ CPM-ൽ അത് പ്രധാനമായി അത് പറയാനുള്ള കാരണം, ഇപ്പൊ G. സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് ബിപിൻ സി ബാബു ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആലപ്പുഴയിലെ CPM-ന്റെ അവസാന വാക്കായിരുന്ന G. സുധാകരൻ ഒരു പക്ഷേ കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിമാരിൽ ഏറ്റവും സൽപ്പേരുണ്ടായിരുന്ന, ഏറ്റവും ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന, ഏറ്റവും വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്ന G. സുധാകരനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് CPM-ലെ അവസ്ഥ നമ്മൾ നോക്കൂ, വളരെ ദയനീയമാണ്. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തെ പ്രസംഗിക്കാൻ പോലും വിളിച്ചിട്ടില്ല. അത് യഥാർത്ഥത്തിൽ CPM ബുദ്ധിപരമായിട്ടാണ്. കാരണം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ G. സുധാകരൻ പങ്കെടുത്താൽ G. സുധാകരന്റെ വാക്കിനെ നമുക്കറിയാം. G. സുധാകരൻ മൈക്ക് കിട്ടിയാൽ കത്തിക്കയറുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും പറയുന്ന കുറച്ചു വാക്കുകൾ തന്നെ
അതിന്റെ ആശയ സമ്പുഷ്ടത കൊണ്ട് അത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ള ഒരാളാണ്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ നമ്മൾ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയും, എന്നാൽ ഇപ്പം ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ബിപിൻ സി ബാബുവിന്റെ കുടുംബം ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഒരു പരസ്ത്രീ ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ നോക്കൂ, നമ്മൾ അതിന്റെ മറുവശം നോക്കണം. കണ്ണൂരിലെ CPM-ന്റെ ഉന്നതനായ നേതാവ് പോക്സോ കേസിൽ അതിൽ പ്രതിയാകേണ്ട സാഹചര്യം വന്ന് അത് പാർട്ടി കമ്മീഷനും പാർട്ടി പോലീസും പാർട്ടി സംവിധാനങ്ങളും അന്വേഷിച്ചിട്ട് അദ്ദേഹത്തെ ആദ്യം നടപടിയെടുത്തിട്ട് അദ്ദേഹത്തെ പിന്നീട് തരം താഴ്ത്തപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തു. തിരുവനന്തപുരത്തെ ഒരു മന്ത്രിയുടെ കാര്യം നമുക്കറിയാം. ഒരു കേരളത്തിലെ ഏറ്റവും, നമ്മളെ സ്ത്രീകളെ മോശമെന്നോ നല്ലതെന്നോ ഒന്നും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും മോശം ട്രാക്ക് റെക്കോർഡുള്ള, കേരളത്തിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ട്രാപ്പ് ചെയ്ത, കേരളത്തിലെ നിരവധി ഉന്നതരായ ആളുകളെ ട്രാപ്പ് ചെയ്ത ഒരു ആ മന്ത്രിയെ, ഇപ്പൊ അദ്ദേഹം MLA ആണ്, ആ മന്ത്രിയെ ട്രാപ്പ് ചെയ്ത ആ ടെലിഫോൺ സംഭാഷണം അടക്കം വളരെ വൈറലായ ഒരു നേതാവ് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഒളിക്യാമറ വിവാദമുണ്ട്, അതുപോലെ തന്നെ മറ്റ് ലൈംഗിക ആരോപണങ്ങളുണ്ട്. നമ്മുടെ പാലക്കാട് ശശിയെ സംബന്ധിച്ചുള്ള നിരവധി ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളുണ്ട്. പക്ഷേ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ആലപ്പുഴയിൽ നിന്നും DYFIയുടെ ജില്ലാ പ്രസിഡന്റായ, SFIയുടെ ജില്ലാ സെക്രട്ടറിയായ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഈ ബിപിൻ സി ബാബുവിനെ സംബന്ധിച്ച് പറയാൻ, അദ്ദേഹത്തിന്റെ കുടുംബ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ അമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള, പാർട്ടിയിൽ പാരമ്പര്യം ഉറച്ചു നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അവർ ഈ ഇത്തരം ആരോപണം പറയുമ്പോൾ ഇതൊരു വെറും ഗാർഹിക പീഡന കേസ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ DYFI CPM നേതാക്കന്മാരുടെ ഗാർഹിക പീഡന കേസുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീ പരാതികളുള്ള കേസുകളോ പരിശോധിച്ചാൽ എത്ര പേര് ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി കാണും, എത്ര പേര് ജില്ലാ കമ്മിറ്റി കാണും, എത്ര പേര് ഏരിയ കമ്മിറ്റി കാണും, എത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ ആ സ്ഥാനത്തിരുത്താൻ പറ്റും? ഇതൊരു എന്താ പറയാ, കണ്ണടച്ചിരുട്ടാക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ, കേരളത്തിലെ ജനങ്ങൾ ഒരു പരിധി വരെ നമ്മൾ പൊട്ടന്മാരെന്ന് പറയും. കാരണം എന്താ ചോദിച്ചാൽ, നമ്മുടെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ഏത് തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളെ അവർ കണ്ണടച്ച് അവർ ഉൾക്കൊള്ളും. പക്ഷെ എന്നാൽ പോലും പഴയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക്, ഞാൻ പറയുന്ന അന്ധമായ രാഷ്ട്രീയ വിശ്വാസമുള്ളവരെ അല്ല പറയുന്നത്, കേരളത്തിലെ വോട്ടർമാർക്ക് വളരെ വ്യക്തമായി അറിയാം ഇത് പുതിയ കുപ്പിയിലെ പഴയ വീഞ്ഞാണെന്നും LDF-ഉം UDF-ഉം തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്നും, ഞങ്ങൾക്ക് ഇവരിൽ നിന്നൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പിന്നെ മരണ സമയത്ത് എത്തുന്നു, വിവാഹ സമയത്ത് എത്തുന്നു, പിന്നെ കുട്ടി ജനിക്കുമ്പോൾ 28 കെട്ടിന് എത്തുന്നു, മാമോദീസായ്ക്ക് എത്തുന്നു, ഇങ്ങനെയൊക്കെ വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ഹൈമാക്സ് ലൈറ്റോ ഒക്കെ തന്നാൽ മതി. അത്തരത്തിൽ ജനങ്ങളും ഇതിനെ ഉൾക്കൊള്ളാൻ തുടങ്ങി. അതുകൊണ്ട് ഇത് നമ്മൾ മാധ്യമങ്ങളിൽ ഇതിനെ കൊട്ടിഘോഷിക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നുള്ള പഴയ വാചകങ്ങൾ മാറ്റി ഇന്നത്തെ CPM, നാളത്തെ BJP ആകാം വരുന്ന ആളുകളിൽ, ഇന്നത്തെ CPM നാളത്തെ കോൺഗ്രസ് ആകാം ഇനിയുള്ള കാലത്ത്. കാരണം ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിന്നും മറ്റ് രാഷ്ട്രീയത്തിന്റെ മാനങ്ങൾ വ്യത്യാസം വന്നതോടുകൂടി ഇനിയും തികച്ചും ഇത്തരത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വരും കാലങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. ഒരു സംശയം കൂടി. കാരണം ഈ പാർട്ടിയിലെ ഉന്നതങ്ങളിലിരിക്കുന്ന നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിൽ പീഡന ആരോപണങ്ങളോ പരാതികളോ ഒക്കെ വരികയാണെങ്കിൽ അത് ഒതുക്കി തീർക്കപ്പെടുകയാണെന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. അങ്ങനെയാണെങ്കിൽ ബിപിൻ സി ബാബു ഒരുപക്ഷെ താരതമ്യേന അവിടുത്തെ പ്രബലനായിരുന്നെങ്കിൽ പോലും പാർട്ടി സ്ഥാനം വഹിക്കുന്നതിൽ താരതമ്യേന കുറച്ച് താഴ്ത്തട്ടിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ ബലിയാടാക്കപ്പെട്ടു എന്നുള്ളതാണോ? അതോ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ ഒരു ക്ഷീണം അനുഭവപ്പെട്ടിരുന്ന BJPക്ക് ഇതൊരു വലിയ രീതിയിലുള്ള ഗുണം ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ BJPയിലേക്ക് കൊണ്ടുവന്നു? കാരണം K. സുരേന്ദ്രനും പറഞ്ഞത് ഇനി ശുദ്ധജലം ഇനി പാർട്ടിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ട് കൂടുതൽ ആളുകൾ എത്തി. ഒരു പക്ഷെ G. സുധാകരന്റെ പേര് വരെ അങ്ങനെ സൂചനയായി പറയപ്പെടുന്നുണ്ട്. പക്ഷെ BJPക്ക് ഇതൊരു വലിയ അനുഗ്രഹമായി ഈ ഒരു സാഹചര്യത്തിൽ എന്ന് വേണം കരുതാൻ. ബിപിൻ സി ബാബുവിന്റെ വ്യക്തിപരമായ ആ പാർട്ടിയിൽ CPM-നുണ്ടായ നഷ്ടത്തിന് ഉപരിയായി BJPക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടായി എന്ന് വേണം കരുതാൻ. ബിപിൻ സി ബാബു ഒരു ചെറിയ പ്രവർത്തകനല്ല. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ പ്രതിഭാ ഹരിക്ക് പോലെ തന്നെ
മത്സരിക്കാൻ പരിഗണിക്കപ്പെട്ട ഒരാളാണ്, ഒരു അഭിഭാഷകനാണ്, ഒരു മികച്ച സംഘാടകനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയമായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. CPM ഒരിക്കലും ഒരു സാധാരണ ഒരാളെ പിടിച്ചു പെട്ടെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആക്കത്തില്ല, നമുക്കൊക്കെ അറിയാം. പക്ഷേ BJPയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഇപ്പൊ പ്രത്യേകിച്ച് K. സുരേന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞാൽ, സന്ദീപ് വാര്യർ പോയി നിൽക്കുന്ന, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കുള്ള മാറ്റത്തിന്റെ ഒരു അലയൊലിയിൽ, അല്ലെ അതിന്റെ ഒരു അപമാനം അവർക്കില്ലെന്ന് പറയുമ്പോഴും അതിന്റെ ഒരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ ഇത് വിനിയോഗിക്കാം. പക്ഷേ നമ്മൾ അതിനകത്ത് കാണേണ്ട ഒരു രസകരമായ വസ്തുത, CPM-ൽ നിന്നും ഒരു നേതാവ്, എനിക്ക് തോന്നുന്നു വിശ്വനാഥ മേനോൻ പോലും അവസാനം CPM-ൽ തിരിച്ചുപോയി. വിശ്വനാഥ മേനോനെ അവസാനം ചുവന്ന കൊടി പുതപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ നടത്തിയത്. അപ്പൊ CPM-ൽ നിന്നും ഒരു നേതാവ് BJP-യിലെത്തി എന്ത് ചെയ്യാൻ പറ്റും? കാരണം RSS സംഘവയസ്സ്, ഇപ്പൊ സംഘവയസ്സ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതറിയാമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ എങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ കൂടി എത്തുന്ന അവർക്കാണ് അവരെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത്. നമുക്കതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഒരുപാട് നേതാക്കന്മാരെ നമ്മൾ പരിശോധിക്കാം. അടുത്ത സമയത്ത് വന്നിട്ടുള്ള, അല്ലെങ്കിൽ മുമ്പ് വന്നിട്ടുള്ള ആരെയെങ്കിലും, രാജസേനനെയോ അല്ലെങ്കിൽ ജേക്കബ് തോമസിനെയോ അല്ലെങ്കിൽ TP സെൻകുമാറിനെയോ PC ജോർജിനെയോ എന്നും, PC ജോർജ് ഒക്കെ അസംതൃപ്തനാണ്. കാരണം ആ PC ജോർജ് അടക്കമുള്ള അടുത്ത സമയത്ത് വന്നിട്ടുള്ള CPM-ലേക്ക് അല്ല BJP-യിലേക്ക് വന്നിട്ടുള്ള പല മുഖ്യധാരയിൽ നിറഞ്ഞു നിന്നിരുന്നവരെല്ലാം അസംതൃപ്തരാണ്. കാരണം BJP എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, സംഘടനാ രീതികളുള്ള ഒരു നേതൃത്വത്തെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നവരല്ല. താൽക്കാലികമായി അവർക്ക് ഒരു ലാവണം ഉണ്ടാവുകയും താൽക്കാലികമായി ഒരു സംസ്ഥാന തലത്തിലോ ഒക്കെ ഒരു അക്കോമഡേഷൻ കിട്ടുകയും ചെയ്യുമെങ്കിലും അവരെ രാഷ്ട്രീയമായി വിനിയോഗിക്കുന്നതിൽ, അവരെ രാഷ്ട്രീയമായി പാർട്ടിക്ക് കൂടി ഗുണകരമായ രീതിയിൽ ഉപകാരപ്പെടുത്തുന്നതിൽ പാർട്ടി ദയനീയ പരാജയമാണ്. പക്ഷെ BJPയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കേരളത്തിൽ ഇപ്പൊ സംസ്ഥാന നേതൃത്വത്തിന് ഇത് പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസാന ഒരു കച്ചിത്തുരുമ്പാണ്. കാരണം CPM-ൽ നിന്നും ആളുകൾ വരുന്നു, ഇനിയും ആളുകൾ വരും, അല്ലെങ്കിൽ സുധാകരൻ വരും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രചരണം നടത്താൻ പറ്റുമെന്നുള്ളതല്ലാതെ, ഇതുകൊണ്ട് പ്രത്യേകിച്ച് താൽക്കാലികമായ ഒരു ആശ്വാസമല്ലാതെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തുടർന്നും ഉണ്ടാകും. പക്ഷെ ഒരു വലിയ ഇതുകൊണ്ടൊന്നും ഒരു വലിയ പ്രതീക്ഷ BJPക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ CPM-നെ സംബന്ധിച്ച് പറഞ്ഞാൽ, CPM-ന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ CPM-ന്റെ ഇതിന് സാധാരണ പ്രവർത്തകരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ ഒക്കെ തന്നെ ഇതിന് മറുപടി പറയേണ്ട ബാധ്യത CPM-ന്റെ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.